വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഡെസേർട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ബ്രെഡാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരുപാട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും ബ്രെഡ് വേണം. 8 സ്ലൈസ് ബ്രെഡ് ഉണ്ട്. ഇത് ഒരു 6 മുതൽ 8 സ്ലൈസ് വേണ്ടി വരും. പാനിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരാം. ഇത് ഫ്രഷ് ബ്രെഡ് അല്ല, 1-2 ദിവസം പഴക്കമുള്ള ഒരു ബ്രെഡായിരിക്കും ഈ റെസിപ്പിക്ക് നല്ലത്. പിന്നെ നമുക്ക് 2 മുട്ട വേണം, കുറച്ച് ബട്ടർ വേണം. ഇതൊരു 4 ടേബിൾ സ്പൂൺ ബട്ടറുണ്ട്. ഉരുക്കൊന്നും വേണ്ട, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടർ ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് 2 കപ്പ് പാല് വേണം. 2 കപ്പ് അടുപ്പിച്ചുണ്ട്. ഇത് പാല് വേണമെങ്കിൽ 1.5 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റും റിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഹോൾ മിൽക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം, ഒരു 3-4 തുള്ളി മതിയാവും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് കുറച്ച് നട്ട്സും റേസിൻസും ആണ്. ഇതിപ്പോൾ കാഷ്യൂ ഉണ്ട്, വാൽനട്ട്സ് ഉണ്ട്, റേസിൻസ് ഉണ്ട്. റേസിൻസ് മാത്രമായാലും മതി. ഇപ്പോൾ ആവശ്യമുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രൈ നട്ട്സ് ഉപയോഗിക്കാനകത്ത്. പിന്നെ ഒരു 2 നുള്ള് ഉപ്പ് വേണ്ടി വരും. ഇതൊരു 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് അടുപ്പിച്ച് പഞ്ചസാരയുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂട്ടാം, കുറച്ച് വേണ്ടവർക്ക് കുറയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ആണ് വേണ്ടത്. സിനമൺ വേണം, നട്ട്മെഗ് ജാതിക്ക വേണം. ഞാൻ ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തിടാനാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഹോളായിട്ട് വെച്ചിരിക്കുന്നത്. പൊടിയും ചേർക്കാം. പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വെച്ച് രണ്ടിൻ്റെയും പൊടി ചേർത്താൽ മതി. സിനമൺ പൊടിയും നട്ട്മെഗ് പൗഡറും 1/4 ടീസ്പൂൺ മതിയാവും. ഈ സ്പൈസസിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി, 2ഉം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. ഇതൊരു 8x8 ഇഞ്ച് പാനാണ്. ഇതിൽ നമുക്ക് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം അതിൻ്റെ അടിയിലൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഈ ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിടാം. ഇത് കത്തികളൊന്നും ഉപയോഗിക്കണ്ട, കൈവച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. ഭയങ്കര ഭംഗിയുള്ള പീസസ് ഒന്നും ആക്കണമെന്നില്ല. കുറച്ചും കൂടി ഭംഗിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ അരികെല്ലാം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് കളയണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. പകുതിയോളം ബ്രെഡ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഈ നട്ട്സ് ഒന്ന് തൂക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ബട്ടർ കുറച്ച് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പീസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉരുക്കി എല്ലായിടത്തേക്കും എത്തിക്കോളും. അതുപോലെ തന്നെ ബാക്കി പീസസും കൂടി ഇട്ട് കൊടുക്കും. 8 സ്ലൈസ് ബ്രെഡ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് ലെവലാക്കാം. നമുക്ക് കുറച്ച് കൂടി നട്ട്സ് ചേർത്ത് കൊടുക്കാം, നട്ട്സും റൈസിൻസും. ആദ്യത്തെ പോലെ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ അധികം വേണ്ടാന്നുള്ളവർക്ക് ഇത്രയും അളവ് ചേർക്കണമെന്നില്ല. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ഒന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് പാല്, പഞ്ചസാര, ഒരു 2 നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഈ സ്പൈസസ് കൂടി ചേർക്കാം. ഇത് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ പൊടി ചേർത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ജാതിക്ക. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം ഒരു സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസസും ആ കസ്റ്റേർഡിലൊന്ന് മുങ്ങട്ടെ. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനാണ് വയ്ക്കുന്നത്. ഇത് 350 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റോളം വയ്ക്കേണ്ടി വരും.
ഇത് രണ്ട് രീതിയിൽ സെർവ് ചെയ്യാം. തണുപ്പിച്ചും സെർവ് ചെയ്യാം, ചൂടോടെയും സെർവ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതിന് 1 hour മുന്നേ നമുക്കിതെടുത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ച് സെർവ് ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ബേക്ക് ചെയ്യുകയാണ്. ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഇത് വീണ്ടും പൊങ്ങി വരും, ഇത് പാൻ നിറയും. അപ്പം അതിനനുസരിച്ച് വേണം പാൻ ചൂസ് ചെയ്യാനായിട്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബ്രെഡ് പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 45 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തു. ഇത് കണ്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് താഴേക്ക് ഇരിക്കും. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പെക്കാൻസ് ഇടുവാണ്. ഇത് പെക്കാൻസും ബ്രൗൺ ഷുഗറും കുറച്ച് ഹണിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഞാനിനി ഒരു 2 minutes ഇത് ഒന്ന് വീണ്ടും ഓവനിൽ വെച്ച് ബ്രോയിൽ ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും ഈ പെക്കാൻസ് ഒക്കെ ഒന്ന് ടോസ്റ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കുറച്ചൊന്ന് കൂടി ഒന്ന് കാരമലൈസ് ഒക്കെ ആയിട്ടുണ്ടാവും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ അത് തിരിച്ച് വീണ്ടും നമുക്ക് ഓവനിൽ വയ്ക്കാം. ഒരു 3 minute ഞാനിത് ടോസ്റ്റ് ചെയ്തു ആ ബ്രോയിൽ മോഡിൽ വെച്ച്. അപ്പോൾ ആ പെക്കാൻസ് എല്ലാം ഒന്ന് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ നല്ലത്. ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർക്കാം, അതല്ലെങ്കിൽ ഹണി ചേർക്കാം. ഞാനിതിൻ്റെ മുകളിൽ സാധാരണ ഒഴിക്കുന്നത് റോസ് സിറപ്പാണ്. ആ റോസ് ഫ്ലേവറും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.